മുഹയ്യിദ്ദീൻ എന്ന പേര് ദീൻ താൻ വിളിച്ചു. മുഹീദ്ദീൻ എന്നുള്ള പേര്, മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ഹയാത്താക്കുന്ന ആള്. അഹ്യാ യുഹീ എന്ന ഫീലാണത്, അതിന്റെ ഇസ്മ ഫായിലാണ്. മുഹീ എന്ന് പറഞ്ഞാൽ ഹയാത്താക്കുന്ന ആള്, ദീനിനെ ജീവിപ്പിക്കുന്ന ആള് എന്നതിന്റെ അർത്ഥം. അത് മൂഹി എന്ന് ചെല്ലാൻ പാടില്ല. യാ മൂഹിയദ്ദീനി, അത് തെറ്റാണ്. മൂഹി എന്ന് പറയുമ്പോ ഔഹാ യൂഹി വഹി അറിയിച്ചു എന്നുള്ളതിന്റെ ഇസ്മ ഫായിൽ മൂഹി എന്നായി പോവും, അങ്ങോട്ട് പോകാൻ പാടില്ല. പഴയ കാലത്തൊക്കെ ഉസ്താദുമാര് ചെല്ലുന്നത് കേട്ടത് എങ്ങനെ? യാ മുഹയ്യിദ്ദീനി യാ മുഹയ്യിദ്ദീനി യാ മുഹയ്യിദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. യാ മുഹയ്യ, രണ്ട് യാ ഉണ്ട് അവിടെ ശരിക്ക്. യാ മുഹയ്യ അങ്ങനെയാണ് ചെല്ലുന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ടൂണും ഡിസ്കോ മോഡൽ വന്നപ്പോ യാ മൂഹിയദ്ദീനി മൂഹി എന്നും പറഞ്ഞ അവിടെ നീട്ടാൻ തുടങ്ങി. ആ നീട്ടലൊക്കെ ഒരു മദ്ദാണ്. എന്ത് മദ്ദാണ്? മദ്ദിന്റെ പേരെന്താണ്? ഒലക്കമല മദ്. അതാ മദ്ദിന്റെ പേര്. ആര് പറഞ്ഞു? അത് ശൈഖുന ഖാരി ഹസൻ മുസ്ലിയാർ മർക്കസിൽ, കാരന്തൂര് മർക്കസിൽ 1995 ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരാൾ അങ്ങോട്ട് നീട്ടി ഒരു നീട്ടൽ. എന്ത്? യാ അയ്യുഹല്ലദീന ആമനു. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, ആ മദ് നല്ല ഉഷാറുള്ള മദ്. അപ്പൊ അത് മദ്ഹ് ചെയ്യാന്ന് എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ട് ആ മദ്ദിന്റെ പേരാകുന്നു. ഏത് ഇമാമാണ് ആ മദ് ഉണ്ടാക്കിയ ആള്? എന്താ മദ്ദിന്റെ പേര്? ആ മദ്ദിന്റെ പേര് ഒലക്കമല മദ്. ആ മനോന്നുള്ളടത്ത് അസുലിയായ മദ്ദല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓവർ നീട്ടാൻ പാടില്ലല്ലോ. പല മഹാന്മാരും പറഞ്ഞതുപോലെ അന്തള്ളവരാരും അസുലിയായ മദ്ദിനെ അൻ ലാ യസീദു അൻ ഹദ്ദിഹി അത്വബീഇ എന്ന് പല മഹാന്മാരും പറഞ്ഞ പോലെ അതിന്റെ ആവശ്യമുള്ളതിനേക്കാളും ത്വബീഇയായ ഹദ്ദിനേക്കാളും അസുലിയായ മദ്ദിനേക്കാളും കൂടുതൽ നീട്ടൂല്ല അന്തള്ള ആൾക്കാർ എന്ന് നിഹായത്തുൽ ഖൗലിൽ മുഫീദ് എന്നാണ് ആ കിതാബിന്റെ പേര് എന്നെ ഓർമ്മ. നിഹായത്തുൽ ഖൗൽ നിഹായയിൽ പറഞ്ഞിട്ടുണ്ട്. തജ്വീദിന്റെ നിഹായയിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാല് ദീന് വിളിച്ചതാണ്. ആരെ? മുഹീദ്ദീൻ ശൈഖനെ. ദീന് വിളിക്കോ? ആരാ വിളിച്ചത്? അല്ലാഹ് വിളിച്ചതല്ല, അബ്ദുൽ കരീം വിളിച്ചതല്ല. ആരും പിന്നെ ആരെ വിളിച്ചത്? ദീന് വിളിച്ചു. ദീൻ അങ്ങനെ വിളിക്കോ? ബഹുമാനപ്പെട്ട ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിലാണെന്ന് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആൾക്കാരിങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽ നടക്കുന്ന ഒരു യാത്രികനാണ്, നടക്കുന്ന കാൽനടയാത്രക്കാരനാണ് ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ. അപ്പൊ വഴിയരികിലുണ്ട് ഒരു വയസ്സൻ, തീരെ സുഖല്യ. മൂപ്പര് സുഖല്ലാച്ച് വീണുപോയി, വഴിയിൽ വീണുപോയി. എണീക്കാൻ വയ്യ. എണീക്കാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പൊന്തണില്ല. ഇന്നൊന്ന് നിങ്ങൾ വരുവോ? ഇന്നൊന്ന് പിടിച്ചുവോ? ഇന്നൊന്ന് പൊന്തിച്ചു തരുവോ? ആരും വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ വരുന്നു. ആര്? യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി, യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദ്ദവൃതമായി പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദ്ദവൃതമായി പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രവർത്തനത്തിലെത്തി വിത്തുദിത്തഭിമാനി, പ്രവർത്തനത്തിലെത്തി വിത്തുദിത്തഭിമാനി. യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. ഈ പാട്ടുണ്ടാക്കിയ അബ്ദുർ റസാഖ് മസ്താൻ എന്ന ആ മഹാൻ പറയാണ്, ദോഷി എനിക്കുൽ മാപ്പ് വീശു വീശുലേശമേ. ഞാൻ ദോഷിയാണ്, ശൈഖ് അവർകളെ ബറക്കത്ത് കൊണ്ട് മാപ്പ് നൽകണേ അല്ലാ. ദോഷി എനിക്കുൽ മാപ്പ് വീശു വീശുലേശമേ. ദയ്യാന ദയാ ചെയ് ഗനി ഹയ്യുൽ ഖയ്യൂമേ. ദോഷി എനിക്കുൽ മാപ്പ് വീശു വീശുലേശമേ. ദയ്യാന ദയാ
غني حي القيوم حاشي عبد الرزاق واك കേൾക്ക ജമാനി ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി പ്രകൃത ശുദ്ധ മൂവെട്ട് തട്ട് നട്ട് മുട്ട് ലമ്മീമിലുൾ മുൻമുന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ മുൻമുന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടിയിടും ജീലാനി ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടിയിടും ജീലാനി യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആളുകൾ നടക്കുന്ന വഴിയിലൂടെ അതാ പിന്നാലെ നടന്നു വരുന്നു ആര്? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. വന്നപ്പോ ഈ വയസ്സം വിളിച്ചു ഇവിടെ വരിയോ, എന്നൊന്ന് പിടിക്കണേ, എന്റെ കൈയൊന്ന് പിടിച്ചൊന്ന് പൊന്തിച്ചു തരണേ. ആരും ആണ്ട് തിരിഞ്ഞു നോക്കണില്ല. ശൈഖ് അവർകൾ വലിയ റഹ്മത്തുള്ള ആളാണ്. ഉപ്പാപ്പാന്റെ പേരക്കുട്ടിയാണല്ലോ. റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായ നബി മുഹമ്മദ് മുസ്തഫ. ഒട്ടകം വന്നിട്ട് കണ്ണീരൊഴുക്കിയില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പില്? സ്വഹീഹ് മുസ്ലിമിലില്ലേ? ഒരു അയറാബിയായ സ്വഹാബി കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഒട്ടകത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഒട്ടകം വന്നപ്പോ കണ്ണീരൊഴുക്കി. സുഹൃത്തുക്കളെ, ശൈഖ് അവർകൾ അങ്ങോട്ട് ചെന്നിട്ട് വയസ്സനങ്ങോട്ട് പിടിച്ച് എണീപ്പിച്ച് ഇങ്ങോട്ട് നിർത്തി. അപ്പൊ നല്ല പിടിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഉഷാറായിട്ടാണ് നിന്ന്. മൂപ്പർക്കൊരു സോക്കോടില്ലാത്ത മാതിരി എണീച്ച് നിന്ന് നോക്കുമ്പോ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണും മുഖവും കണ്ണും മോറൊന്നും അല്ല. ഇതുവരെ ഉള്ള കണ്ണും മോറൊന്നും അല്ല. ഇതുവരെ ഉള്ള കണ്ണും മോറെന്ന് പറഞ്ഞാലും ഒരു പ്രഷറും പ്രമേഹമൊക്കെ പിടിച്ച ഒരാളെ കണ്ണും മോറ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നല്ല. നല്ല എണീച്ച് നോക്കുമ്പോ നല്ല ഒരു ഉഷാറുള്ള ചെറുപ്പക്കാരന്റെ മാതിരി, ഒരു യുവാവിന്റെ നല്ല ഒരു ആരോഗ്യം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് ചോദിച്ചു. ആരോട്? ശൈഖ് അവർകളോട്, മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളോട്. എന്നെ അറിയോ? മാലൂം നയ്യേ ഹൽ തഅരിഫുനി? ഒന്നും മുണ്ടിയില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുണ്ടതൊക്കെ എന്നുള്ളത് ഒരു അദബാണല്ലോ. മുഹയ്യിദ്ദീൻ ശൈഖ് അദബിന്റെ കോട്ടയാണ്. ഒന്നും മുണ്ടിയില്ല. എന്നാലേ ഞാനാണ്, ദീനാണ് ഞാന്. നിങ്ങളാരാണ്? നിങ്ങൾ മുഹയ്യിദ്ദീനാണ്. യാ മുഹയ്യിദ്ദീൻ എന്ന്, യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചു. അതാണ് എന്ത്? മൂലം ഓടയാവൻ ഏകൽ അരുളാലേ മുഹയ്യിദ്ദീനും പേർ ദീൻ താൻ വിളിച്ചോവർ. മുഹയ്യിദ്ദീൻ എന്ന പേര് ദീൻ താൻ വിളിച്ചോവർ. ദീന് തന്നെ വിളിച്ചതാണ്. അപ്പൊ ഒരുത്തന്റെ ചോദ്യം, ദീന് വിളിക്കുക, ദീന് ജീവനുള്ള സാധനമാണോ വിളിക്കാൻ? അതിന് ജീവനുള്ളത് മാത്രമേ വിളിക്കുള്ളൂ, അങ്ങനെ കണക്കുണ്ടോ? ജീവനുള്ളത് മാത്രമാണോ നമുക്ക് മനസ്സിലാക്കുക? നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിന്റെ ഒരു കിനാവ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. സ്വഹീഹായ റിവായത്താണ്. റസൂലുള്ളാഹിയുടെ കിനാവ്. ഈ ദീനിന് ജീവനുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞു. റസൂലുള്ള കിനാവ് കണ്ടപ്പോ ഹദീസിലുണ്ട്, എന്ത്? ഞാൻ കുറെ ആൾക്കാരെ കിനാവിൽ കണ്ടു. അവർക്കൊക്കെ കുപ്പായത്തിന്റെ കൈ ഇത്ര ഉള്ളൂ, ഫുള്ളായ കൈയില്ല. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, എന്താണ് നബി അതിന്റെ തഅ്വീല്? എല്ലാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഏറ്റവും കൂടുതൽ അരുണ നബി ആരാമോനെ? ഏറ്റവും കൂടുതൽ അറിയുന്ന നബി മുഹമ്മദ് മുസ്തഫ. യൂസുഫ് നബി ഒന്നുമല്ല. യൂസുഫ് നബി റസൂലുള്ളാഹിനെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് ആരാണ്? യൂസുഫ് നബിയാണ്. ജയിലിൽ കഴിയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെള്ള കളർ ഉള്ള മുത്ത് യൂസുഫ് നബിന്റെ തൊള്ളയിൽ ഇട്ട് കൊടുത്തു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ ഇട്ട് കൊടുത്തു എന്നാരാ പറഞ്ഞത്? മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ തഫ്സീറിൽ അങ്ങനെ ഉണ്ട്. ഇട്ട് കൊടുത്തപ്പോഴാ മൂപ്പർക്ക് പുറത്തം കിട്ടിയത്. ആർക്ക്? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ആർക്ക്? സയ്യിദുനാ
യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു ദിവസം സ്വർഗത്തു നിന്ന് ഒരു വെള്ള മുത്തിട്ട് കൊടുത്തതാ. അത് കൊടുന്നിട്ട് തൊള്ളിക്കിട്ട് കൊടുത്തതാണ് അല്ലെ. ഒരു വെള്ളമുത്ത് തരുൾവായിൻ്റകത്തിട്ട് കൊടുത്ത് ചൊന്നേ, ഇനി നാളാ മുതൽ രാവും പകലോ കത്തഴബീർകൾ ശംഭോഗാമനമിന്ന് തടസ്സം ഇല്ല. അതിനാൽ ഇരസരീൽ വെളിവായി തവീനെല്ലാം ഇനി നാളാ മുതൽ രാവും പകലൊക്കത്തഴബീർകൾ ശംഭോഗ മനമിന്ന് തടസ്സം ഇല്ലാതിനാൽ ഇരസരീൽ വെളിവായി തവീനെല്ലാം. എന്നാൽ ഒരു വെള്ളമുത്ത് ഒന്നും ഇട്ടുകൊടുക്കാതെ തന്നെ എല്ലാം അല്ല കൊടുത്തിട്ടുണ്ട്. എന്ത് അല്ലമക്കമാലം തകുൻ തഅലം. അത് വല്ലാത്തൊരു പറച്ചിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി, മുഹമ്മദുർ റസൂലുള്ളാഹിയെ പറ്റി അല്ലാഹ് പറഞ്ഞത് വഅല്ലമക മാലം തകുൻ തഅലം. അറബി ഭാഷ പഠിച്ചവർക്കറിയാലോ, അറബി സാഹിത്യം പഠിച്ചവർക്കറിയാലോ, ആ ഒരു സെന്റൻസിന്റെ ഒരു കട്ടിങ് കനവും വഅല്ലമക മാലം തകുൻ തഅലം വകാന. എന്നിട്ട് നിർത്തിയിട്ടില്ല. റസൂലുള്ളാഹിയുടെ മദ്ഹ് പിന്നെയും പറയാണ് വകാന ഫളലുല്ലാഹി അലൈക അളീമാ. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ ഒരു കിനാബ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ ഇന്നലെ രാത്രി എല്ലാ മനുഷ്യന്മാരും ഞാൻ കിനാവിൽ കണ്ടു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുറെ ആൾക്കാരെ കൈ, ഏറെക്കുറെ ആൾക്കാരെ കൈയും എന്താണെന്നറിയോ, കുപ്പായത്തിന്റെ കൈ ഫുള്ളില്ല, ഹാഫ്, മുക്കാല്, കാല്, ഇങ്ങനെയൊക്കെ ഉള്ളു. ഒരാളെ കുപ്പായത്തിന്റെ കൈ ഫുള്ളുണ്ട്. അതാര്? അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഉമർ ഇബ്നു ഖത്താബിന്റെ കുപ്പായത്തിന്റെ കൈ ഫുൾ കൈ. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, അതിന്റെ തഅ്വീൽ എന്താണ് നബിയേ? അപ്പൊ പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബിന്റെ ദീന് അത് ഫുള്ളാണ്, ഹാഫല്ല, അത് മുക്കാലല്ല, അത് 99% അത് 100-ലേറെയാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ കുപ്പായ കൈ ഓരോരുത്തരുടെ ദീനിന്റെ ഖദറാണ്. അപ്പൊ ഈ കുപ്പായ കൈ എന്ന് പറയുന്ന എന്നിട്ട് റസൂലുള്ളാഹ് പറയാണ്, നിങ്ങളെ ഓരോരുത്തരെ ദീനിനിക്കും അറിയാം, ഓരോരുത്തരെ ദീനിയായ പെരുമാറ്റങ്ങളെ പറ്റി. അപ്പൊ ദീനിനിക്കറിയാം എന്ത്? ദീനിയായ പെരുമാറ്റം. അപ്പൊ ദീന് ബുദ്ധിയുള്ളതാണോ? ദീന് ബുദ്ധിയുണ്ടോ? അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ എല്ലാം അറിയാം. അപ്പൊ ദീന് ബുദ്ധിയുണ്ടോ? ദീന് വർത്താനം പറയോ? അതിനൊന്നും അതർ ദീന് വർത്താനം പറണ്ടോടുത്ത് പറയും. അതാണ് എന്ത്? മൂലം ഉടയവൻ ഏകൽ അരുളാനേ മുഹയ്യിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ 880-ലധികം കൊല്ലമായി മഹാനവർകൾ വഫാത്തായിട്ട്. എത്ര കൊല്ലം അവർ ജീവിച്ചത്? അല്ല, അങ്ങനല്ല മോനെ. അൽഹംദുലില്ലാഹ്, ആ കുട്ടികൾ നല്ല ഉത്തരം പറഞ്ഞല്ലോ. എന്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ്, ആ കുട്ടിയൊക്കെ അത് മഹാനവർകൾ വഫാത്തായിട്ട് 880-ലധികം കൊല്ലായി. ഇനി ഇപ്പോഴത്തെ പുതിയ ചോദ്യം, അവര് ദുനിയാവിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതാണ്. ആർക്കും പറയാട്ടോ? 53. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ കുട്ടിയൊക്കെ എപ്പോഴും അവനന്റെ കരുണ വിഷയം ഓർക്കനെ പറയാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. എന്തിനെപ്പത് വരുന്നത്? അവർ കരുണ പറഞ്ഞതിന് ശരിയാണോ? അല്ല. 53 എന്നുള്ള ഉത്തരം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവര് 470-ലാണ് അവരെ ജനനം. ആരെ ജനനം? ഹിജ്റയുടെ 470. താരീഖ് 470 ചൊന്നേനാൾ കൈലാനി എന്ന നാട് തന്നിൽ
പിറന്നോവർ. കൈലാൻ അല്ലെങ്കിൽ ജയിലാൻ ഒക്കെ ആ നാടിന്റെ പേര് തന്നെ. അത് ഓരോരുത്തർ ഓരോ ഭാഷയിലെ പറയാം. ഇപ്പൊ നമ്മള് ജീം എന്നുള്ളതിന് മിസ്റിലുള്ള അപ്പത്തെ ആൾക്കാർ എന്താ പറയാ? കുഞ്ഞാവാജി. ജമാൽ എന്നുള്ളതിന് എന്താ പറയാ? ജമാൽ. ഗമാൽ എന്ന് പറയും. എവിടെ UAE അൽഹംദുലില്ലാ. അവിടെ പോയിട്ടില്ല. കഅബ ബിൻ സുഹൈർ തങ്ങളെ ഖബറുണ്ട് അൽഐനിൽ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാനിപ്പോ പോയിട്ട് വരിക. എനിക്ക് പോകാൻ പറ്റൂല. ഇനി എനിക്ക് ഒരിക്കലും വിദേശത്തേക്ക് ഇന്ത്യന്റെ പുറത്തേക്ക് പോകാൻ പറ്റൂല. അതിനുള്ള രേഖ ശരിയാകുന്നില്ല. ജവാസു സഫർ ശരിയാകണില്ല. എന്ത് ചെയ്യും? അപ്പൊ എന്നോട് തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെ മകൻ ഷാക്കിർ പറഞ്ഞു, ബാപ്പുണ്ടാക്കിയ ബദരിയത്ത് അസ്മാഉൽ ബദർ ചെല്ലിയാൽ മതി. ഞാൻ എല്ലാ അസ്മാഉൽ ബദറും ചെല്ലി നിങ്ങൾക്കൊണ്ട് അരണ മാതിരി ഒക്കെ കൂട്ടത്തിൽ അതും ചെല്ലി. എന്നിട്ട് പറഞ്ഞു, വാപ്പ ഉപ്പ പറയലുണ്ട് ഏത് ഇടങ്ങേറുള്ളവരും ഇവിടെ വന്നാലും ഇത് ചെല്ലാൻ. കൂട്ടത്തിലുണ്ട് ഒരു വരി, കുനൂലന കുനൂലന ഹസനൻ ഹസീനം ദായിമ മിൻ കുല്ലി നാസിലത്തിൻ വഔനൻ ഇൻദമാ. ബദരീങ്ങളെ വിളിച്ചിട്ട് ശൈഖുന തിരൂരങ്ങാടിയിലെ ബാപ്പുസ്താദ് പറയാണ്, ഓ ബദരീങ്ങളെ, കുനൂലന ഹസനൻ ഹസീനൻ, ഞങ്ങൾക്ക് നിങ്ങൾ വലിയ കാവലാകണേ. ഇടങ്ങേറ് വരുന്ന സമയത്ത് കുനൂലന ഹസനൻ ഹസീനൻ ദായിമ മിൻ കുല്ലി നാസിലത്തിൻ വഔനൻ ഇൻദമാ യുബ്ദിൽ ഇദാ അൻയാബഹും വലികുല്ലി മാ ഫീനാ മിനൽ അദ്വാ ശിഫൻ റളിയല്ലാഹു അൻകും അഇൻ ഉലമാഅനാ യാ അല്ലാഹ്. അതിനെ ബാപ്പുസ്താദ് ഉണ്ടാക്കിയ ഒരു ജവാബുണ്ട്, അറിയുന്നവർക്ക് ചെല്ലാം. ആമീന യാ റബ്ബസ് സമാ യാ അല്ലാഹ് യാ അഹ്ല ബദരിൻ ഇന്നകും ഖസ്സല്ലാഹ്. ബാവൂലേക്ക് മാത്രമാണ് അറിയണത്. നിങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലണം. ഒരു കൊല്ലത്തിൽ ഒരു 2-3 വട്ടെങ്കിലും. അത് തീരെ ചെല്ലായിട്ട് ഓർമ്മയില്ലാത്ത അല്ലാഹു തആല ബാവൂലിയുടെ വീട്ടിലും എന്റെ വീട്ടിലൊക്കെ അങ്ങനത്തെ ഒരു മജ്ലിസ് ഉണ്ടാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ. അല്ലാഹ് ചൊല്ലി ചൊല്ലി ആമീന യാ റബ്ബസ് സമാ യാ അല്ലാഹ് യാ അഹ്ല ബദരിൻ ഇന്നകും ഖസ്സല്ലാഹ് ഇയാകുമു ബിമറാത്തിബിൻ ഇൻദല്ലാഹ് ഫലഖദ് അതൈനാ ബാബകും റളിയല്ലാഹു അൻകും വഖല്ലസ്നാ ബിഹിം യാ അല്ലാഹ്. 3 പേരുണ്ട് കുണ്ടൻകടവിൽ ഒരു അബൂബക്കർ സഖാഫി. എന്റെ ഈ ചെല്ലലും പറച്ചിലും കൂടി കേട്ടിട്ട് മൂപ്പര് ഇടക്കിടക്ക് വിളിക്കും, എന്താ നിങ്ങളെ വിഷയം, എന്താ നിങ്ങളെ വിഷയം. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അവസാനം പെട്ടെന്ന് ആ സംഗതി, ആ പേപ്പർ ശരിയായി. ഒരു പേപ്പർ ശരിയാകേണ്ടടുത്ത് കൂടെ എക്സ്ട്രാ 2 പേപ്പറും എനിക്ക് ആ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് കിട്ടി. എവിടെ ഇതുകൊണ്ട് കാണിച്ചു കൊടുത്താൽ മതിയെന്ന് എന്നോട് ആ ഓഫീസർ തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഷാർജയിൽ പോയി. അവിടുന്ന് ഒമാൻ പോയി ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ വരുന്നത്. അപ്പോൾ ഏത് വിദേശത്തേക്കും പോകാനുള്ള അനുവാദം കിട്ടി, സാങ്ഷൻ കിട്ടി. അവിടെയാണ് ഖബറ്, അൽ ഐനിലാണെന്ന് ആരാ പറഞ്ഞത്? അതിങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞു വരുന്നത്. അതിനല്ലേ വലിയ തെളിവ്. നിങ്ങളെ വാപ്പാന്റെ വാപ്പാര അതിങ്ങനെ പറഞ്ഞു വരും. അതേനെ ഇന്ന ആളാന്നുള്ള ആ പറഞ്ഞു വരില്ലേനെ തെളിവ് അല്ല വലിയ തെളിവ്. ഈ നാട് ഇപ്പൊ പകരയാണ്. ഏതും അതന്നെ തെളിവ്. കാബിറൻ അൻ കാബിരിൻ, അതാ വലിയ തെളിവ്. വലിയ തെളിവായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ തന്നെ അത് വലിയ തെളിവാക്കിയിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. سبيل المؤمنين പരമ്പരയായിട്ട് മുഅ്മിനീങ്ങൾ അനുവർത്തിച്ച ആദർശം. മുഅ്മിനീങ്ങൾ പരമ്പരയായിട്ട് റസൂലുള്ളാഹിയുടെ കാലം മുതൽ അങ്ങനെ അനുവർത്തിച്ച വിശ്വാസം, അനുഷ്ഠാനം. ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം? മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ എന്ത് കാട്ടണം, എന്ത് ചെല്ലണം, എങ്ങനെ കുളിപ്പിക്കണം, എങ്ങനെ മയ്യത്തുണ്ടോണം, മയ്യത്തുണ്ടോകുമ്പോൾ ദിക്റ് ചെല്ലണം. ഇതൊക്കെ ആര് പഠിപ്പിച്ചു? സ്വഹാബത്ത്, താബിഈങ്ങൾ, സ്വാലിഹീങ്ങൾ. അതാണ് സബീലുൽ മുഅ്മിനീൻ. അത് വലിയ തെളിവാണെന്ന് എല്ലാ ഇമാമിങ്ങളും ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാമുന ശാഫിഈ വലിയ തെളിവാക്കിയിട്ടുണ്ട്. ആ ഷാഫി ഇമാമിന്റെ മുഴുവൻ ഇൽമുകളും അതിന്നൊരു വളരെ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ അല്ലാഹ്.
ഞങ്ങളെ ഇൽമുകളിൽ അവിടത്തൊക്കെ ബറക്കത്ത് കൊണ്ട് വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ മുഖല്ലിദീങ്ങളായ ഇമാമിങ്ങൾ ഉണ്ടാക്കിയ കിതാബുകൾ മുത്താലാ ചെയ്യാൻ റാഫിഈ ഇമാമിന്റെ, നവവി ഇമാമിന്റെ, ഗസാലി ഇമാമിന്റെ, ഇമാമുൽ ഹറമൈനി തങ്ങളെ സുയൂത്തി ഇമാമിന്റെ കിതാബുകൾ, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ കിതാബുകളൊക്കെ പഠിക്കാൻ വലിയ തൗഫീഖും വലിയ ബുദ്ധിയും വലിയ അവസരങ്ങളും ഞങ്ങൾക്ക് ദുനിയാവിൽ തന്നെ നാളെ ആഖിറത്തിലും ഒരുക്കി തരണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ എന്നോട് പറഞ്ഞ ആ വരിങ്ങൾ പ്രത്യേകം ചെല്ലിക്കോളി എന്ന് ബാപ്പുസ്ഥാന്റെ മകൻ ഷാക്കിർ പറഞ്ഞു. ഞാനത് ചെല്ലി അൽഹംദുലില്ലാ ഒക്കെ ശരിയായി. അത് രേഖ ശരിയായി. അതിന്റെ പിറ്റേന്ന് തന്നെ ഷാർജയിലേക്ക് വിസ. അൽഹംദുലില്ലാ. യുഎഇയിൽ പോണോല് നേരത്തെ പറഞ്ഞ കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അവിടെയാണത്ര. എവിടെ? അവിടെ ചെന്നോക്കുമ്പോ, ഇന്നും അവിടെ ചെന്നോക്കുമ്പോ മുഅ്മിനീങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഐനിൽ കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുകൾ. അൽഹംദുലില്ലാ ഇനിയും പോകാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മഹാനായ ശൈഖ് അവർകളുടെ ആണ്ടല്ലേ കഴിക്കുന്നത്. ലമ്മാ ബലഗ മഖാമു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിഅറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ തഫ്രീഹുൽ ഖാത്തിർ എന്ന ബഹുമാനപ്പെട്ട ശൈഖ് അവർകളുടെ മദ്ഹ് പറഞ്ഞ കിതാബിൽ പറയാണ്, മിഅറാജിന്റെ രാവിൽ ആനേപ്പിൽ റാബി ബിരുത്തിടൈ 7 കഹനം കടന്നിട്ട് അർശേറിയ 7 ആകാശവും കടന്നിട്ട് അർശിലേക്ക് പോയ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ മിഅറാജിന്റെ രാവിൽ റസൂലുള്ളാഹിന്റെ മിഅറാജിനെ പറ്റി മോയിൻകുട്ടി വൈദ്യര് പാടിയതാണ് ആ വരികള്. ആനെ പിൻറാവി ബിരുത്തിടയേൽ കഹനം കടന്നിട്ടർശേറിയ ആനന്ദ തൂദർ സലാസ ലാമയടുത്ത് വിളിത്താരോ. ആ ഹബീബായ തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. എല്ലാ സ്ഥലത്തും ഭയങ്കര സ്വീകരണം. 1-ാം ആകാശത്തിൽ സ്വീകരണം, 2-ാം ആകാശത്തിൽ സ്വീകരണം, എല്ലായിടത്തും സ്വീകരണം. അങ്ങനെ അങ്ങടെ പോണ സമയത്ത് സമിഅ മിൻ ജനാബില്ലാഹ്, അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് ഒരു വിളിയാളം മുത്ത് റസൂലുള്ള കേൾക്കുകയാണ്. മിഅറാജിന്റെ രാവിലെ എന്താ കേൾക്കണ്? യാ മുഹമ്മദ്, ഇവിടെ നിൽക്കണം. അപ്പൊ ഇൽഹാം റസൂലുള്ളാഹിക്ക് വിവരം കിട്ടുകയാണ്. എന്താ വിവരം കിട്ടിയത്? ഹാദാ, എന്താ പറയണത്? ഹാദാ മിൻ വുൽദിക. അവിടെ വുൽദി എന്ന് വായിക്കല് നമ്മള് അല്ലേ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി എന്ന് വായിക്കലാണ് നല്ലത് എന്നാണ് ആര് പറഞ്ഞത്? മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറഞ്ഞത്. അതേമാതിരി തന്നെ ഹദാ മിൻ വുൽദിക വവാരിസു വിലായതിക, നിങ്ങളെ പേരക്കുട്ടിയാണ്, വിലായത്തിന്റെ വാരിസാണ്, ഔലിയാക്കന്മാരുടെ പട്ടത്തിന്റെ നേതാവാണ്. ആരിവ മുഹയ്യിദ്ദീനു മിൻ ബഅദിക ഇസ്മുഹു അബ്ദുൽ ഖാദിർ. ഈ കുട്ടിന്റെ പേരെന്താണ്? അബ്ദുൽ ഖാദിറാണ്. നിങ്ങളെ പേരക്കുട്ടിയാണ് എന്ന് മിഅറാജിന്റെ രാവിലെ ഉപ്പാപ്പാക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നമ്മൾ ഉമ്മാന്റെ പള്ളിയിലേക്ക് എത്തുന്നതിന്റെ ഒക്കെ മുമ്പ് തന്നെ നമ്മൾ അല്ലാഹ് ആലമുൽ അർവാഹിലേക്ക് പഠിച്ചിട്ടുണ്ട്. അത് എവിടെ ഉള്ളത്? അത് ഖുർആനിലുണ്ട്, സൂറത്തുൽ അറാഫിലുണ്ട്, വേറെ പല സ്ഥലത്തും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. ഖുർആൻ പഠിച്ചവർക്കൊക്കെ അറിയാം. ഹദീസ് ആണെങ്കിൽ പിന്നെ പറയാം ലഈഫാണെന്ന് പറയാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, വഖാതബഹു ബിഖിതാബിൽ ഗൗസിൽ അഅ്ളം, ഗൗസുൽ അഅ്ളം എന്ന പേര് അതാ അവിടെ വെച്ച് അവിടെ റിക്കാർഡാക്കപ്പെട്ടതാണ്. മിഅറാജിന്റെ രാവിലെ റിക്കാർഡാക്കപ്പെട്ടതാണ്. ആവണ്ണം അല്ലാഹ് പാടച്ചവൻ താൻ തന്നെ. വഖാതബഹു, മുഹീദ്ദീൻ ശൈഖിനെ നേരിട്ട് വിളിച്ചു, അഭിസംബോധന ചെയ്തു. എന്ത്? ഗൗസുൽ അഅ്ളം എന്ന് അല്ലാഹു തആല ഖിതാബിട്ട് വിളിച്ചതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ആവണ്ണം അല്ലാഹ് പാടച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ അഅ്ളം അല്ലാഹ് വിളിച്ചോവർ.
ഈ മാലകളൊക്കെ നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലൊക്കെ പല പുത്തൻവാദികള്, വഹാബികള്, മൗദൂദികള്, പല കള്ളത്തരങ്ങളും. ഇപ്പങ്ങൾ നോക്ക്, രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരന്റെ പണിയെടുത്താ പോരെ. അള്ളാന്റെ ഔലിയാക്കന്മാരെ ദർഗകളിലും ദർഗന്റെ നേരെ കുതിര കയറാൻ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു ചങ്ങായിണ്ട് കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കണ്, എന്ത് കേരളത്തിലൊരു മന്ത്രി, ആ മന്ത്രി ഏതോ ഒരു അമുസ്ലിമായ പെണ്ണിനെ പോയി മുത്തം വെച്ചത്ര. ആയിക്കോട്ടെ, നമ്മക്കിപ്പോ അതിന് കുഴപ്പമില്ല. എല്ലാവർക്കും അവനവന്റെ ആദർശത്തിൽ വിശ്വസിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു പെണ്ണിനെ ഇതൊരു ആത്മീയത ഉള്ള പെണ്ണാന്ന് വിചാരിച്ചിട്ട് മുത്തം വെക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം അതിനെ എതിർക്കേണ്ടതില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിന് അഭിപ്രായമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ആ പെണ്ണിന് പ്രത്യേകിച്ച് ബഹുമാനമൊന്നുമില്ല. ബഹുമാനിക്കുന്നവരെ നമ്മൾ നിന്ദിക്കാനും പാടില്ല. എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരൻ പറയാ എന്ത് വരണം, ഒരു മന്ത്രി, ആ മന്ത്രി ആത്മീയത ഉള്ള പെണ്ണിനെ ചുംബിക്കരുത്, മുത്തം ഉമ്മം വെക്കരുത്. അങ്ങനെയാണ് പറഞ്ഞത്. ഉമ്മം വെക്കരുത്, ഉമ്മ വെക്കുക എന്നാ നമ്മൾ കേട്ടിട്ടുള്ളത്. അയാളെ മലയാളം ഉമ്മം വെക്കരുത്. ഖബറുകളിൽ ഉസ്താദേ, ദർഗയില് ജാറമൂടിനെ പറ്റിയ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് സജീവമായിട്ട് പ്രവർത്തിക്കണം, നമ്മളിങ്ങനെ ഉറങ്ങാൻ പാടില്ല. അള്ളാഹു നല്ല ഉണർന്നുകൊണ്ട് സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉസ്താദിനും എല്ലാ ഉസ്താദുമാർക്കും ഞമ്മക്കും അള്ളാഹുവെ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിട്ട് കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരൻ പറയാ ഏത് ദർഗയിൽ തുണി വിരിക്കലല്ല മന്ത്രിയുടെ പണി. പ്രസംഗം എന്തേ ദർഗയിൽ തുണി വിരിച്ച എന്താ കുഴപ്പം? ഒരു മുസ്ലിമായ ഒരാള് അവര് വിശ്വസിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദർഗയിൽ ജാറം മൂടിയാൽ അത് മന്ത്രി എന്നുള്ള നിലക്ക് പണി അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണോ ഇയാൾ പറഞ്ഞത്? എന്നാ പിന്നെ മുസ്ലിമായ മനുഷ്യന് വെള്ളിയാഴ്ച പള്ളിക്ക് ജുമുഅ നിസ്കരിക്കാൻ മുസ്ലിമായ അയാൾ മന്ത്രിയാകലോടുകൂടി പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെന്താ അവിടെ പ്രശ്നം? രാഷ്ട്രീയത്തിന്റെ കെയർ ഓഫ് വഹാബിസത്തിന്റെ ആദർശം ഇവിടെ തിരികെ കയറ്റുകയാണ്. ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക് വഹാബിസത്തിന്റെ പഴകിപ്പൊളിച്ച ആദർശം ആ രാഷ്ട്രീയത്തിന്റെ അനുയായികളെ ഖൽബിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റൂല. ദർഗയില് തുണി വിരിക്കൽ മന്ത്രിക്ക് പറ്റൂല എന്നങ്ങനെ ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ അങ്ങനെ നിയമമുണ്ടോ? ഇല്ല. എവിടെ ഒരു നിയമമില്ല. പിന്നെന്താണത്? ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ആദർശം ഇവിടെ ജനങ്ങളെ മനസ്സിലേക്ക് അങ്കുരിപ്പിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചൂടെ, കഅബത്തിങ്കലൊരു തുണിയുണ്ട്. സൗദി ഗവൺമെന്റ് എല്ലാ കൊല്ലവും ഹജ്ജിന്റെ മുന്നോടിയായിട്ട് എത്ര ലക്ഷക്കണക്കിന് റിയാൽ ചെലവാക്കിയിട്ടാണ് എല്ലാ കൊല്ലവും ആ കഅബന്റെ മുകളിൽ പുതച്ചിരിക്കുന്ന ഹില്ല. അതിങ്ങനെ അത് എന്ന് മുതലുണ്ട്? റസൂലുള്ളാഹിന്റെ കാലം മുതൽക്കുണ്ട്. അതിന്റെ മുമ്പേ ഉണ്ട് അല്ലേ? അതിന്റെ മുമ്പേ റസൂലുള്ളാഹിന്റെ കഅബത്തുങ്കൽ ഹില്ല ഉണ്ട്. പുറപ്പേ തബുജാഹിലുടൻ കിബർ പൊങ്കിയള്ളും ലിബാസ് ചമൈന്ത് പുതുമാ ഹസബീട്ട് കൽബൈത്ത് ഹരീറു മുടുത്തിടവേ മിക മികവായ തട്ടുകളാൽ ഉള്ള മേൽമച്ചാട്ടകളും അരയിനാട ചോട്ടികളും പല്ലപ്പള്ളി പുതുവായേടു തിരുഹാത്തം വിരൽക്ക് പതിത്തിടലായി. അബൂജഹൽ വന്നിട്ട് ഖുർബായി കഅബത്തുടെ ഹില്ല പിടിത്തിരവോതിടുവോർ അല്ലേ? ഖുറൈശി കുല്ലർ കാഫിർ സുജാഹികളൊക്കെയും തലിബാസുകൾ വേലും കുറയാതെ എടുത്ത് ചമയും തിറങ്ങിട്ടിടവേ ക്ഷണമിൽ സർവരും കൂടിയെത്തിടവേ ബാബിൽ പൂക്കിടവേ തല വീരരൊക്കെയുമേ മുനമില ഖുർബായി കഅബത്തുടെ ഹില്ല പിടിത്ത്. അപ്പൊ ഹില്ല ഉണ്ട് അല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഹില്ലഞ്ഞിപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാച്ചിട്ടിപ്പോ തെറ്റൊന്നും ആവൂലട്ടോ. പിന്നെ വന്നതാണെന്ന് തെറ്റൊന്നും ആവൂല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫിൽ നോക്കി ഓതാൻ കഴിവുള്ളവർ കുറവാണ് അല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ലല്ലോ. അത് റസൂലുള്ളാഹിന്റെ കാലത്തിന് ശേഷമല്ലേ 30 ജുസും കൂടി കൂടിയിട്ടൊരു ഏടാക്കിയത്.
അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് അത് തെറ്റാന്ന് പറയാൻ പറ്റൂല. ആദ്യമായിട്ട് ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് വന്നത് ആരെ കാലത്താണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്താണ്. അത് ലോകത്ത് കൂടുതൽ പ്രചാരം ചെയ്യിപ്പിച്ചത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അംഗീകരിച്ച മുസ്ഹഫിന്റെ പേര് സർവ്വ കിതാബിലും ഉണ്ട്. സുയൂത്തി ഇമാമിന്റെ അൽ ഇത്ഖാൻ അടക്കം പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് അതിന് വലിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഒപ്പും, അതായത് ഉസ്മാൻ തങ്ങളുടെ അംഗീകാരമുള്ള ആ ഗ്രന്ഥത്തിന്റെ പേര് അൽ മുസ്ഹഫുൽ ഇമാം എന്നാണ് പറയുന്നത് എന്ന് കിതാബുകളിലുണ്ട്. തിജാനുൽ ഖാരി വസിറാജുൽ മുബ്തദി എന്ന കിതാബിൽ ഉണ്ട്. അല്ലാഹു അതൊക്കെ പഠിക്കാൻ അല്ലാഹുവേ കൂടുതൽ തൗഫീഖ് നൽകണേ അല്ലാഹ്.